പറയാതെ വയ്യ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറഞ്ഞു പോകുന്നത് ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച്, ചെറുപുഴയിലെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നറിയില്ല. എന്നാലും ഇത്തവണ നമ്മൾ പറയാതെ വയ്യയിൽ പറയുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ചെറുപുഴയിലൊക്കെ മൈക്ക് കെട്ടി അവസരം കിട്ടുമ്പോഴൊക്കെ സംസാരിച്ച് നടക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ഇക്കുറി പഞ്ചായത്ത് ഭരണം പിടിക്കുന്നു, ഇക്കുറി പഞ്ചായത്ത് ഭരണം പിടിക്കുന്നു. എന്നാൽ കീറി പറഞ്ഞ കൊടിയും താഴ്ത്തി കെട്ടിയ കൊടി ഒരു മാസം കഴിഞ്ഞിട്ടും ഉയർത്തി കെട്ടാൻ കഴിയാത്ത ഇവരാണ് പറയുന്നത് പഞ്ചായത്ത് പിടിക്കുന്നത്. നിങ്ങളത് കാണുക. ചെറുപുഴയിലെ ആസ്ഥാന മന്ദിരത്തിൽ, ചെറുപുഴയിലെ കോൺഗ്രസ് ഓഫീസിനകത്തെ, കോൺഗ്രസ് ഓഫീസിനോട് ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫീസിൽ തന്നെയുള്ള ഒരു കൊടിമരത്തിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഇത്തരത്തിൽ ഈ കാണുന്നത് കീറി പറഞ്ഞിരിക്കുകയാണ് ഈ കൊടിയൊന്നും മാറ്റിക്കെട്ടാൻ അവർക്ക് സാധിക്കുന്നില്ല. മാറ്റിക്കെട്ടുക മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഒരു കോൺഗ്രസ് നേതാവാറ്റം മരിച്ചപ്പോഴാണ് ഈ കൊടി താഴ്ത്തിയിരിക്കുന്നത്. ഇത് ഇത്രയും കാലമായിട്ട് ഇത് ഉയർത്തിക്കെട്ടാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ കൊടി ഉയർത്തിക്കെട്ടാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ ഈ കീറി പറഞ്ഞ കൊടി മാറ്റാൻ സാധിക്കാത്തവർ, ഇവരാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ പഞ്ചായത്ത് പിടിക്കുന്നു. ആദ്യം സ്വന്തം ഓഫീസിനകത്തെ അല്ലെങ്കിൽ സ്വന്തം കൊടിമരം, അങ്ങനെ ആ കൊടിയിലെ നല്ലൊരു കൊടിയൊക്കെ കെട്ടി അങ്ങനെ ആ കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാലല്ലേ പഞ്ചായത്ത് ഭരണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ? ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. ഇത്തരത്തിൽ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒട്ടനവധി കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 2 ആഴ്ചയായി ഞങ്ങളോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് കാണുക, ഈ കൊടിയുടെ അവസ്ഥയൊന്ന് കാണുക. അത് മാത്രമല്ല, ഇന്ദിരാജിയുടെ പ്രതിമയോട് കാണിക്കുന്ന ഒരു അനാദരവ് കാണുക. ഈ പ്രതിമയൊക്കെ കാണുക. ഇങ്ങനത്തെ ഒരു ശില്പമൊക്കെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിന് ചുറ്റും കാട്, അങ്ങനെ ചെളി, ഇത്തരത്തിലാണോ ഈ മുതിർന്നൊരു കോൺഗ്രസ് നേതാവായ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്? അത്തരത്തിലുള്ള വിഷയം കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് നമ്മളോട് പറഞ്ഞ 2-3 ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ ദൃശ്യം ഇന്നൊക്കെ പോയി ഈ ദൃശ്യം പകർത്തിയത്. അപ്പോഴാണ് ഇത്രയ്ക്ക് ശോചനീയാവസ്ഥ. നിങ്ങൾ കാണുക, ഈ കൊടിയുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു കൊടിയാണ്. ആ കൊടി അവർക്ക് മാറ്റിക്കെട്ടാൻ സാധിക്കുന്നില്ല. ആ കൊടി കഴിഞ്ഞ ഒരു മാസം മുമ്പെയാണ് അവരുടെ ഒരു നേതാവ് മരിച്ചത്. ആ നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തോട് ആദരവ് സൂചകമായി താഴ്ത്തി കെട്ടിയ കൊടി ഇന്ന് ഒരു മാസം പിന്നിടുമ്പോഴും ആ കൊടി ഉയർത്തിക്കെട്ടാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിൽ ഇത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ തന്നെയുള്ള ഒരു കൊടിമരത്തിന്റെ കാഴ്ചയാണ്. ആ ചെറുപുഴ ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലൊരു കൊടിമരം പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമയുള്ളത്. ഇങ്ങനെയെല്ലാം ഈ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനുള്ള ഈ കൊടിയും ഈ കൊടിമരവും ഇതൊന്നും സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരാണ് പറയുന്നത് ഞങ്ങൾ ഈ പഞ്ചായത്ത് പിടിക്കുമെന്ന്. ഇങ്ങനെ ഇവരിങ്ങനെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഘടനാ പ്രവർത്തനമാണോ കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടത്? ഇത് അണികൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കടുത്ത പ്രതിഷേധമാണ് വരുന്നത്. അത് ചിലപ്പോൾ അവരുടെ ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഈ കൊടിയോടും കൊടിമരത്തോടും ഒക്കെ കാണിക്കുന്ന അനാദരവിനെതിരെ പഴയകാല കോൺഗ്രസ്സുകാരും ഭയങ്കര വിയോജിപ്പാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് സമീപത്തുള്ള അല്ലെങ്കിൽ ഈ ശില്പത്തിന് ചുറ്റുമുള്ള ഈ കാട് പിടിച്ച് കിടക്കുന്ന ഇങ്ങനെ പച്ചപ്പുല്ലും മറ്റേതൊക്കെ വളരുന്നത്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്നിട്ടല്ലേ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അത് ഈ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം ഈ ചെറുപുഴയിൽ നടക്കുന്നത്. ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ്. ഇപ്പം അവസ്ഥ, ചിലതിന് സൈഡില്ല, ചിലതിന് സൈസില്ല. ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല. കിട്ടണം. ABC-യുടെ ഓഫർ ഉണ്ട്, അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോ നീ എന്നോട് എന്താ പറഞ്ഞത്? ABC ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പ് കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, ABC ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ്, പോരാത്തിന് വാറണ്ടി. ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും. പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ? ഇതാണ് അവസ്ഥ. പക്ഷെ ABC അങ്ങനല്ല. കൊല്ലം 10-26 ആയേ അവർ ഈ പണി തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയുള്ളൂ. ABC-യിൽ പുതിയ ഓഫർ ഉണ്ട്. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം.